ഹിന്ദുക്കൾക്കിടയിലുള്ള അനൈക്യം അതാണ് പലപ്പോഴും അല്ലേ പല പ്രശ്നങ്ങൾക്കും കാരണം, പല പ്രതിസന്ധികളിലേക്കും അവരെ കൊണ്ട് എത്തിക്കുന്നതും ഈ അനൈക്യമാണെന്ന് പറയുന്നു. മാത്രമല്ല ഹിന്ദുക്കൾ ഒന്നിക്കുന്നതിന് പല വിഘാതങ്ങളും ഉണ്ട്. ബാഹ്യശക്തികൾ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഹിന്ദുക്കൾ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, മലവെള്ളപ്പാച്ചിൽ പോലെ ആവും അത് അല്ലേ. അത് ആ കുത്തൊഴുക്കിൽ പലതിനും നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ ആ കുത്തൊഴുക്ക് ഉണ്ടാകാതിരിക്കാൻ തടയിടുക എന്നുള്ളത് മറ്റുള്ളവരുടെയൊക്കെ ഒരു അവരുടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് അവർ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പൊളിറ്റിക്കലായിരിക്കാം, സോഷ്യലായിരിക്കാം, വട്ടെവർ ഇറ്റ് ഇസ്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ അൺഫോർച്ചുനേറ്റ്ലി ഹിന്ദുയിസത്തിൻ്റെ സ്ട്രക്ചറിൽ നമ്മളെ പല ഘടകങ്ങളാക്കി നിർത്താനുള്ളത് കാലാകാലങ്ങളിൽ നിലനിന്നിരുന്നു. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ശരിയായിട്ട് ഹിന്ദുയിസം പഠിക്കണം. അതിനുള്ള ഒരു മാർഗ്ഗം ഇപ്പോഴും ഇല്ലല്ലോ. നേരെ ചൊവ്വേ ഹിന്ദുയിസം അറിയാവുന്ന ഒരാൾക്ക് ഇതൊന്നും ബാധകമല്ല. ഹിന്ദു എന്നുള്ള ഒറ്റ ടൈറ്റിലിൽ അവൻ പെടും. പക്ഷേ ഹിന്ദുയിസം ഇപ്പോഴും പഠിച്ചിട്ടില്ലെങ്കിൽ ജാതിയും പറഞ്ഞ്, ഗ്രൂപ്പും പറഞ്ഞ്, ജാതിക്കകത്തെ ജാതിയും പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയല്ലേ ഇപ്പോഴും കേരളത്തിലൊക്കെ ഉള്ള. അമിതമായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണം ഉണ്ടല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊന്നാവാതിരിക്കേണ്ടത് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടും ഒക്കെ ചിലരുടെ ആവശ്യമാണ്. അപ്പോൾ അവരത് അതുകൊണ്ടാണല്ലോ കേരളത്തിലുള്ള പൊളിറ്റീഷ്യൻസൊക്കെ പ്രത്യേകിച്ച് ലെഫ്റ്റും റൈറ്റ് വിങ്ങും ഇവർ പലപ്പോഴും ഒരു പ്രത്യേക വോട്ട് ബാങ്കിന് വേണ്ടി ശബ്ദിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അല്ല, അത് തടയണമെങ്കിൽ അത് പലപ്പോഴും ശുദ്ധീകരണം വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ. കറക്ഷൻസ് വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന്. നമ്മൾ എന്നൊരു വോട്ട് ബാങ്ക് ആകുന്നോ അന്ന് ഈ പ്രശ്നം തീരും. നമ്മളൊരു വോട്ട് ബാങ്ക് ആകാതിരിക്കാൻ അവർ ശ്രമിക്കുമായിരിക്കും. പക്ഷേ സംഹൗ വി നീഡ് ടു ഓവർകം ദാറ്റ്. ഹിന്ദുവിന് എൻ ബ്ലോക്കായിട്ട് എവിടെയെങ്കിലും നമുക്ക് കുത്താൻ പറ്റിയാൽ ദെൻ വി ഹാവ് പവർ. ആ പവർ അത് ചെയ്യാത്തിടത്തോളം വി ഡോണ്ട് ഹാവ് പവർ. അല്ല, സ്വത്വബോധം എന്ന് പറയുന്ന ആ ഒരു റിയലൈസേഷൻ എപ്പോഴെങ്കിലും ഹിന്ദുവിൽ ഉണ്ടാകുമോ? ഉണ്ടാകണമെങ്കിൽ ഹിന്ദുയിസം അറിയണം. നമ്മുടെ മക്കൾ ഹിന്ദുയിസം അറിഞ്ഞ് വളരണം. ചെറിയ പ്രായത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് സൺഡേ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് ക്രിസ്ത്യാനിറ്റിയോട് സ്നേഹം വരുന്നത്? അവൻ പോയി ദാറ്റ് ഡിഫൈൻസ് ഹിം. ഇപ്പോൾ അനിലിനോ എനിക്കോ നമ്മൾ വളരുമ്പം, നിഷയായിട്ടും അനിലായിട്ടും വളരുമ്പം യു ആർ നോട്ട് ഡിഫൈനിങ് യുവർ സെൽഫ് ആസ് എ ഹിന്ദു. അത് ഉണ്ടാവേണ്ടത് വളരെ ചെറിയ പ്രായത്തിലാണ്. ആ പ്രായത്തിൽ നോബഡി ഈസ് ടെല്ലിങ് യു, നോബഡി ഈസ് ലിങ്കിങ് യു വിത്ത് യുവർ റിലീജിയൻ അല്ലേ. കഴിവുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇത് വേണ്ടെന്നാണ് പറയുക ആ പ്രായത്തിലൊക്കെ. ലൈക്ക് ഡോണ്ട് ബി ടു റിലീജിയസ് എന്നാണ് പറയുക അല്ലേ. നാമം ചെല്ലുന്ന കുഞ്ഞിനോട് പറയാൻ അതിനുള്ള പ്രായമായില്ല, പിന്നെ നാമം ചെല്ലാമെന്ന്. അപ്പോൾ നമ്മൾ ശരിക്കും ചെറിയ പ്രായത്തിൽ അത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശരിക്കും ശ്രമിച്ചിട്ടേ പറ്റുള്ളൂ ഇനി തൊട്ട്.